ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്തോ ഒരു ഗെയിമാണ്. സ്കൂൾ ബോയ് റണ്ണവേ. ഇത് എന്ത് ഗെയിമാണെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം കോമഡിയൊക്കെയുള്ള വീഡിയോ ആണ്. സോ വീഡിയോ ഫുള്ളായിരുന്നു കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്കൂൾ ബോയ് റണ്ണവേ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പയ്യൻ. ഹാർഡൊക്കെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ കൊടുക്കാം. ഈസിയാണ് കൊടുക്കാൻ നോക്കിയാൽ എന്തായാലും നോർമൽ കൊടുക്കാം. എന്താ ചെക്ക ഓടിപ്പോയി. ഓക്കെ, ചെക്കൻ ഗെയിമറാന്ന് തോന്നുന്നു. ഗെയിമർ അത് ഏത് ഗെയിമാ? ഗ്രാനിയാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പറഞ്ഞ പോലെ ഗ്രാനി കളിക്കട്ടോ. ഏതോ ചെക്ക ആൻഡ്രി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പേര് ആൻഡ്രി എന്നാണ്. ഇതേ ചെക്ക ഓടിപ്പോയി. മോം ക്യാൻ ഐ ഗോ? എന്താ കേട്ടോ, ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോട്ടെന്ന് പറഞ്ഞു. വീണ്ടും ചെക്കൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പരിപാടി. ഹോംവർക്ക് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ചെക്കൻ യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്കൂൾ ഹോംവർക്കാ ജേർണൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ചെക്കൻ ദേ പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളി. പുള്ളിക്ക് F കിട്ടിയത്. ടീച്ചേഴ്സ് നോട്ട്. ഓക്കെ, നീ F കിട്ടിയിട്ട് എന്തിനാ പുറത്ത് പോട്ടെ? പുറത്ത് പോകുന്നേ? അകത്ത് കയറി കുറ്റിയിരുന്ന് പഠിക്കാൻ പറഞ്ഞു. നമ്മുടെ ചെറുക്കൻ ആൻഡ്രൂ. ഓക്കെ, ഹീസ് ഗ്രൗണ്ടഡ് ടുഡേ. ചെക്കൻ ഇന്ന് ഇല്ലയെന്ന് പറഞ്ഞു. മയ്യായിക്കട കുത്തിയിരുന്ന് പഠിച്ചു. അതിൻ്റെ പോക്കറ്റ് മണി ഞാൻ കട്ട് ചെയ്യും. ഓക്കെ, പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പുസ്തകമൊക്കെ എടുത്തിരിപ്പുണ്ട്. ഇതാണ് നമ്മൾ. ഓക്കെ, അത്യാവശ്യം നൈസായിട്ടുള്ള റൂമൊക്കെയാണ്. ഇത് എത്രാം ക്ലാസ്സാണ് ഇവൻ? ഓക്കെ, ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്യണേ കാക്ക മലർന്ന് പറക്കണം. പറക്കണം. ഓക്കെ, അവിടെ എന്തൊക്കെയോ ഉണ്ട്. സ്ട്രൈക്ക് ദ പക്ക്. ഇതെന്തത്? ഓക്കെ, എന്താ അവാർഡ്? അത് അല്ല, മറ്റേ റൈറ്റിംഗ് ബോർഡിൽ എന്തോ പിടിപ്പിച്ച് വെച്ചാന്ന് തോന്നുന്നു. അതുമ്പോൾ തൊടാൻ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ആവുന്നില്ല. അങ്ങനെ അരമണിക്കൂർ തപ്പി ഈ ഡോറ് തുറക്കണമായിരുന്നു. കണ്ടോ, അവിടുത്തെ കോണിമല്ലാണ് അടിക്കണ്ടേ. നമ്മൾ വേറെ എന്തോ സാധനമൊക്കെ ആയിരുന്നു പിടിച്ചേക്കണ്ടായിരുന്നത്. നമ്മൾ കോണിമല്ല അടിച്ചു. ഓക്കെ, ഐ ആം കമ്മിങ്. അയ്യോ ഗൈസ്, അമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വേഗം കയറി വിളിക്കാം. അയ്യോ ഗൈസ്, പിടിച്ചെന്ന് തോന്നുന്നു. പിടിച്ചാ? അയ്യോ അമ്മ അയ്യോ. മര്യാദയ്ക്ക് സ്ഥലം അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നിന്റെ ചന്തിയ പരിപ്പോടെയാക്കും. ഗൈസ്, അമ്മ സീനാക്കി. എൻ്റെ പൊന്നമ്മച്ചി, എന്തോ ചെയ്യണം? ഈ സ്ഥലം ഫുള്ള് അടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ അടിച്ചു വരാനൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ കാറൊക്കെ ഉണ്ട്. ഓക്കെ, കാറൊന്നും കയറാൻ പറ്റത്തില്ല. ഇത് എന്ത് തരം ഗെയിമാണെന്ന് അറിഞ്ഞുകൂടാ. ഹൊററാണോ, അഡ്വഞ്ചറാണോ, അതോ എസ്കേപ്പിംഗ് ആണോ, ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ഒറ്റ വീഡിയോ പോലും കാണാണ്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന കാരണം അതേപോലെ ചൂലൊക്കെ കിട്ടി കേട്ടാ. ഓക്കെ, ചൂല് അടിച്ചു വരാൻ പറഞ്ഞു. ഗൈസ്, ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും കാണുമ്പോൾ, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗൈസ്, കുറേ നേരം എടുത്തിട്ടാണ് ഞാൻ മറ്റേ കോണിമ്പല്ലടിച്ചത്. അപ്പോഴേക്കും അമ്മ വന്ന് കൈമുദ്ര കവിളത്ത് പതിപ്പിച്ചു. നമ്മൾ ഈ സ്ഥലമൊക്കെ വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല. പക്ഷേ മഞ്ഞ് ഫുള്ള് കോരി കളയാൻ പറയാവൂ. ഗൈസ്, ഭയങ്കര സ്ട്രിക്റ്റ് അമ്മയാണ് ഗൈസ്. അമ്മോ. ഓക്കെ, ഒരു ശത്രുക്കൾക്ക് ഒലിങ്ങയൊന്നും കൊടുക്കരുത്. ഓക്കെ, എന്തൊരു സ്ട്രിക്റ്റാണ്. ഓക്കെ, കേരളത്തിലമ്മ പോലെയൊന്നല്ല. ഓക്കെ, സോ ക്ലോസോ. എടുത്തുപോലും നിൽക്കാൻ പാടില്ല. എൻ്റെ പൊന്നു ബഡേ, ഗഡേ, എന്തൊടിയാണ് എൻ്റെ പൊന്നടാവേ. ഒക്കെ, നടന്ന് വീട് 10 വട്ടം കറങ്ങി. ഇതുവരെ ഒരു കോപ്പും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഈ പട്ടീൻ്റെ ഇതിൻ്റെ കാലിൻ്റെ ഇടയിൽ കണ്ടോ? കാലിൻ്റെ ഇടയിൽ മറ്റേ കയ്യിൻ്റെ അടിയിൽ നോക്കി ഗൈസ്.
സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സാധനം. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ ഞാൻ തോന്നുന്നു ഞാൻ അതെടുക്കാനാണാവോ. ഓക്കെ ഗൈസ്, കുറച്ച് നേരത്തേക്കിനെ മൂത്രമൊഴിക്കാൻ മുട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മ അതിനെങ്കിലും ഒന്ന് വിട്. ഓക്കെ, ഇനി ഇതുവരെ റീസൈക്കിൾ ചെയ്യേണ്ടി വരാവോ. ഓക്കെ ഗൈസ്, ഗൈസ് ഈ ഗെയിം കളിക്കണേൽ കുറച്ച് ശ്രദ്ധയും കൂടി വേണം ഗൈസ്. നേരത്തെ അമ്മ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് സ്നോ അടിച്ചു വരണമെന്ന്. നമ്മളതൊന്നും അറിയാണ്ട് ഈ വീട് ഫുള്ള് ചുറ്റിക്കറങ്ങി. എത്ര വട്ടം ചുറ്റിയെന്നറിയോ ഗൈസ്. ഞാൻ പകുതി എഡിറ്റ് ചെയ്ത് കളഞ്ഞു, അത് കാരണമാണ്. സോ ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുള്ള് അടിച്ചു വരാം. ഓക്കെ, ഓ ഗായ്സ്, അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വീടിനകത്ത് കയറി. ഓക്കെ, ഇനി എന്താണോ ചെയ്യേണ്ടത്, അവന്മാർ ഹിന്റ് തരുന്നുണ്ട് അതിനകത്തോട്ട് പോകാൻ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾക്ക് എന്തായാലും അതിനകത്തോട്ട് ഇതെന്താ. ഓക്കെ, അങ്ങോട്ട് വെൽ പാസ് ആരെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അകത്ത് കയറിയിരിക്കാം. ഓക്കെ, അകത്ത് കയറി കഥ കടച്ചിരുന്നിട്ടുണ്ട് ഗൈസ്. ആരൊക്കെയോ സൗണ്ട് കേട്ട്. ഇനി അമ്മ വീണ്ടും വരികയാവോ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഡോറ് തുറന്ന് നോക്കാം. അയ്യോ അച്ഛൻ കണ്ട് ഗൈസ്. അയ്യോ അച്ഛൻ നമ്മളെ നോക്കുന്നുണ്ട്. കഥ അടയ്ക്കടാ. ഓക്കെ, ഹോൾഡ് ഓൺ. തൈര് ഗൈസ്, നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നു. ഓക്കെ, നമ്മൾ നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ട് അവിടെ. ഓക്കെ, ഇതാരാ? അതെന്ത് ജീവി ഗൈസ്? ഡോ 20 സ്ക്വാട്ട്. ഓക്കെ, ഓ നമ്മൾ കുറേ സ്ക്വാട്ട് ചെയ്യുന്നുണ്ട്. 1 എടാ കഴിവേറി. എണ്ണോ 2. ഓക്കെ 3 പതുക്കെ ചെയ്യണം. ഓക്കെ 4. ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ഡോറ് തുറന്നത് വീണ്ടും മറ്റേ ലെവൽ തന്നെ ചെയ്യാൻ പോകുന്നു. സാർ തന്തപ്പൊടി നേരത്തെ പിടിച്ച് ഗൈസ്. ഓക്കെ, അയ്യോ അടുത്തത് എൻ്റെ പൊന്നളിയാ. ഇനി നീ പോന്നിരിക്കുന്നു കാണണം. അയ്യോ ഗൈസ്, കളി തോറ്റ്. ഓക്കെ, പക്ഷെ തന്തപ്പഴി നമ്മളെ റൂമിനകത്തിട്ട് പന്നി കിട്ടുക ഗൈസ്. തേങ്ങ ഗൈസ്. ഇപ്പോൾ ഇതെന്തുണ്ടായെന്ന് എനിക്കൊരു പിടുത്തമില്ല. കുറേ അടിച്ചു വാരി, കുറേ അതിൻ്റെ അമ്മ വീട് ഫുള്ള് ചുറ്റി. എന്തായാലും ഒരു മൂഞ്ചിയ ഗെയിം പ്ലേ ആയിരുന്നു ഗൈസ്. ഒക്കെ എനിക്കറിയാം. ഓക്കെ, ഞാൻ കാര്യമൊന്നും പറയുന്നില്ല. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാം. അതിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. സോ അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക.